നമ്മളിപ്പോൾ മെക്സിക്കോയിലാണ്. മെക്സിക്കോയെക്കുറിച്ച് മലയാളികൾക്ക് വലിയ അറിവുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഞാനും യാത്ര പുറപ്പെടുന്നതിന് മുമ്പ്, എൻ്റെ ആദ്യത്തെ യാത്ര ആയിരുന്നില്ല എങ്കിൽ കൂടി മെക്സിക്കോയെക്കുറിച്ച് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് മറ്റൊരു ചിത്രമാണ്. പക്ഷേ അവിടെ ചെന്നിറങ്ങിക്കഴിയുമ്പോൾ മെക്സിക്കോ ടൂറിസത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് ടൂറിസ്റ്റുകൾ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണെന്ന് നമുക്ക് ഓരോ ദിവസം കഴിയും തോറും മനസ്സിലായി വരികയാണ്. തിയോത്തിഹുവാക്കാൻ പോലുള്ള ചരിത്ര സ്ഥലങ്ങളിൽ മാത്രമല്ല, മെക്സിക്കോ സിറ്റിയിൽ മാത്രമല്ല, കാൻകൂൺ എന്ന് പറയുന്ന ഒരു പട്ടണം, ഒരു കടൽത്തീര നഗരമാകെ ടൂറിസത്തിന് വേണ്ടി അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. 10,000-കണക്കിന് ടൂറിസ്റ്റുകൾ നാനാഭാഗത്തു നിന്നും, ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും തന്നെ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ് കാൻകൂൺ. അവിടെ ചെന്നിറങ്ങി ഏതാനും മണിക്കൂറുകൾക്കകം എനിക്ക് മനസ്സിലായി, ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം ഗംഭീരനൊരു എയർപോർട്ട്, നഗരമാകെ ടൂറിസ്റ്റുകളെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. ഒരു പട്ടണം, കാൻകൂൺ എന്ന് പറയുന്ന നമ്മുടെ കൊച്ചിയോളോ തിരുവനന്തപുരത്തോളോ ഒക്കെ ഉള്ളൊരു പട്ടണമാണ്. പക്ഷേ വളരെ ആസൂത്രിതമായി പണിത ആ പട്ടണം ഒന്നാകെ തന്നെ ടൂറിസത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ മൊത്തത്തിൽ ഏതാണ്ട് 16,000 ഹോട്ടൽ മുറികളാണുള്ളത് ടൂറിസ്റ്റുകൾക്ക് വന്നാൽ താമസിക്കാൻ. എല്ലാ തരത്തിലുള്ള, വളരെ ദാരിദ്ര്യം പിടിച്ചത് മുതൽ 5 സ്റ്റാർ നിലവാരം വരെ ഉള്ളതെല്ലാം കൂടെ ചേർന്നാൽ ഒരു 16,000 മുറികളുണ്ടാവും. എന്നാൽ ഈ കാൻകൂൺ എന്ന് പറയുന്ന ഒറ്റ പട്ടണത്തിൽ മാത്രം 35,000 ഹോട്ടൽ മുറികളുണ്ട്. അതിൽ മിക്കവാറും എണ്ണം ഒരു 4 സ്റ്റാർ 5 സ്റ്റാർ നിലവാരമുള്ളതാണ്. അപ്പോൾ അത്രയേറെ ടൂറിസത്തിന് വേണ്ടി 1970-കൾ മുതൽ ഒരുങ്ങി ഡിസൈൻ ചെയ്ത അതിഗംഭീരമായൊരു നഗരത്തിലാണ് നമ്മളിപ്പോൾ. കാൻകൂണിലെ കാലിപ്സോ ഹോട്ടലിൽ നിന്ന് ഞാൻ ഏതാണ്ട് ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും താഴേക്ക് ഇറങ്ങി. ഒരു 11 മണി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഹോട്ടലിൽ വന്നത്. ഇനി എനിക്ക് ഈ കാൻകൂണിനെ എക്സ്പ്ലോർ ചെയ്യണം. ഉച്ചയാകുന്നേ ഉള്ളൂ. ഞാൻ തെരുവിലേക്ക് ഇറങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കാൻകൂൺ എന്ന് പറയുന്നത് ഒരു മണലിൻ്റെ ഒരു തിട്ടയാണ്. ഏതാണ്ട് ഒരു 22 കിലോമീറ്റർ നീളമുള്ള കടലിലേക്ക് ഇറങ്ങിയ അതിഗംഭീരമായ ഒരു ലഗൂൺ സൃഷ്ടിച്ചിരിക്കുന്നു. ഒരു വശത്ത്, മറുവശത്ത് ഇളം നീല പളുങ്ക് ജലമുള്ള ആ കരീബിയൻ കടൽ, അതിമനോഹരമായ കടൽ. അതിൽ പഞ്ചസാര മണലിൻ്റെ ഒരു വലിയ 22 കിലോമീറ്റർ നീളമുള്ളൊരു തിട്ട. ഈ തിട്ടയിൽ മുഴുവൻ ഹോട്ടലുകൾ, റിസോർട്ടുകൾ, മാളുകൾ, എൻ്റർടൈൻമെൻറ്റ് സെൻറ്ററുകൾ, അമ്യൂസ്മെൻറ്റ് സെൻറ്ററുകൾ, ക്രൂസ് സെൻറ്ററുകൾ, അണ്ടർ വാട്ടർ ഡൈവിങ്ങിനുള്ള സ്ഥലങ്ങൾ, പാരാസെയിലിങ്, നിരവധി എൻ്റർടൈൻമെൻറ്റ് ആക്ടിവിറ്റീസ് എല്ലാം നടക്കുന്ന 10,000 വന്നു ചേരുന്ന ഒരു നഗരം. അപ്പം ഇതിൻ്റെ നടുക്കൂടെ ഒരു സ്ട്രീറ്റുണ്ട്, 4 വരിയുള്ള പാത, 2 വരി അങ്ങോട്ടും 2 വരി ഇങ്ങോട്ടും. ഈ സ്ട്രീറ്റിലേക്ക് ഇറങ്ങി നമുക്ക് നടക്കാം. ഈ സ്ട്രീറ്റിൻ്റെ ഓരങ്ങളൊക്കെ ഒരു റിസോർട്ടിനകം പോലെ തന്നെയാണ്. ഈ എൻ്റയർ ഏരിയയും ഒരു റിസോർട്ട് തന്നെയാണെന്ന് നമുക്ക് തോന്നും. മനോഹരമായിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നു, പുല്ല് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു, അത് നനയ്ക്കാൻ ജീവനക്കാരുണ്ട്, വെട്ടിയൊരുക്കിയിട്ടിരിക്കുന്ന പുൽമേടുകൾ, പൂച്ചെടികൾ, തെങ്ങിൻ തൈകൾ, വളർച്ചയെത്തിയ തെങ്ങുകൾ, മനോഹരമായ ഉദ്യാനങ്ങളൊക്കെയാണ്. ഈ തണൽ പറ്റി നമുക്കിങ്ങനെ നടക്കാം. അങ്ങനെ കുറച്ചങ്ങ് നടന്നു നിന്ന് കഴിയുമ്പോഴത്തേക്കും ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു സ്കൈ ടവർ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അതായത് ഒരു 40 നില കെട്ടിടത്തിൻ്റെ ഉയരമുള്ള ഒരു ടവറാണ്, ഉരുക്കിൻ്റെ ഒരു ടവറാണ്. ഈ ടവറയിൽ ഒരു പ്ലാറ്റ്ഫോം, ഇങ്ങനെ അതിന് ചുറ്റും ഒരു വളയം പോലത്തെ ഒരു പ്ലാറ്റ്ഫോം. ഈ പ്ലാറ്റ്ഫോമിനകത്ത് ഏതാണ്ട് ഒരു 10-70 ആളുകൾക്ക് കയറിയിരിക്കാം. ചില്ലിട്ടൊരു പ്ലാറ്റ്ഫോം, എയർ കണ്ടീഷൻ ചെയ്ത പ്ലാറ്റ്ഫോമാണ്. ഈ പ്ലാറ്റ്ഫോം ഇങ്ങനെ കറങ്ങി ഈ 40 നില കെട്ടിടത്തിൻ്റെ ഉയരത്തിലേക്ക് പോകും. അത് പോയിട്ട് കുറച്ച് നേരം ആകാശത്ത് കിടന്ന് ഇങ്ങനെ കറങ്ങിയതിന് ശേഷം പിന്നെ താഴേക്ക് ഇറങ്ങി വരും. സ്കൈ ടവർ എന്നാണ് ഇത് പറയുക. ഈ സ്കൈ ടവറിലൊന്ന് കയറിയാൽ ഈ നഗരത്തിൻ്റെ ആകാശത്തു നിന്നുള്ളൊരു കാഴ്ച കാണാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അവിടെ ചെന്നു. അപ്പോൾ അവിടെ കുറേ ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട് ടിക്കറ്റ് എടുക്കാൻ. ഞാനും പോയി ടിക്കറ്റ് എടുത്തു. ഈ സ്കൈ ടവറിൽ ചെന്ന് കയറി. ഏതൊരാൾക്കും കയറാവുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റി, അതായത് ഒരു ശാരീരിക വിഷമതകളുള്ള ആളാവട്ടെ, എത്ര പ്രായമുള്ള ആളാവട്ടെ, വീൽ ചെയറിൽ വന്ന ആളാവട്ടെ, ആർക്ക് വേണമെങ്കിലും കയറാം. വളരെ സ്മൂത്തായിട്ട്, വളരെ സ്ലോയിൽ ഇതിങ്ങനെ കറങ്ങി ആകാശത്തേക്കിലും. ആ പോക്കൊരനുഭവമാണ്. നമ്മൾ ഒരു വിമാനത്തിലിരുന്ന് നഗരത്തെ കാണുന്നത് പോലെ ഒരു ശബ്ദമില്ല, ബഹളമില്ല, ഒട്ടും ടെൻഷനില്ല, ഒട്ടും റിസ്ക്കില്ല, ഒട്ടും തന്നെ നമ്മളെ ഭയപ്പെടുത്തുന്നില്ല. വളരെ സ്മൂത്തായ റൈഡ്. അങ്ങനെ ആകാശത്തു നിന്ന് നോക്കുമ്പോഴാണ് ഈ കാൻകൂണിൻ്റെ മനോഹാരിത നമുക്ക് കിട്ടുക. റിസോർട്ടുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുന്നത്, ഒരു വശത്ത് കണ്ടൽക്കാടുകളെ അതിമനോഹരമായി സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത്, വേറൊരിടത്ത് ഇളനീല കരീബിയൻ കടലിങ്ങനെ നീണ്ടു പരന്ന് കിടക്കുന്നത്, അതിലെ ചെറിയ ചെറിയ ദ്വീപുകൾ, അതിൻ്റെ തീരങ്ങളിലുള്ള ക്രൂസ് ബോട്ടുകളും ഷിപ്പുകളും, ഇങ്ങനെ അതിമനോഹരമായ കാഴ്ചയൊക്കെ ഉണ്ട്. ഒരു 15 മിനിറ്റ് നേരത്ത് കറങ്ങിയിട്ട് തിരിച്ചിറങ്ങി വന്നു വീണ്ടും. അപ്പോൾ ഇങ്ങനെ നിരവധി റൈഡുകളും പരിപാടികളും ഈ റോഡിൻ്റെ 2 വശങ്ങളിലുണ്ട്. നമ്മളീ നടക്കുന്നതൊക്കെ ഓരോ റിസോർട്ടിൻ്റെ മുന്നിൽ കൂടെയാണ്. ഒരു റിസോർട്ട് കഴിയുമ്പോൾ അടുത്ത റിസോർട്ട് തുടങ്ങായി. എല്ലാം വമ്പന്മാരാണ്. മറ്റേ സൈഡിലേക്ക് ചെല്ലുമ്പോൾ ഒരു ഭാഗത്ത് കുറേ ബോട്ടുകൾ നിരന്ന് കിടക്കുന്ന ഒരു പിയറാണ്. ഈ ബോട്ട് പിയറിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ചില ബോട്ടുകൾ സ്ക്യൂബ ഡൈവിങ്ങിന് ആളെ കൊണ്ടുപോകുന്ന ബോട്ടുകളാണ്. അത് പ്രത്യേകം ഡിസൈൻഡാണ്. ഈ സ്ക്യൂബ ഡൈവിംഗ് എന്ന് പറഞ്ഞാൽ
ഈ ജലവിനോദങ്ങൾ എന്ന് പറയുന്നത് നൂറുകണക്കിനുണ്ട്. അതിലെ വളരെ ചെറിയ എണ്ണം മാത്രമേ കേരളത്തിലുള്ള ബീച്ചുകളിലോ ജലാശയങ്ങളിലോ ഒക്കെ വന്നിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ഇപ്പോഴും അത് വരാത്തതെന്ന് എനിക്കറിയില്ല. ആളുകൾക്ക് അത്തരം സംരംഭങ്ങൾ തുടങ്ങാനുള്ള ഭയമാണ്. കാരണം നാട്ടിൽ ഒരു സംരംഭം ആരംഭിച്ചാൽ തന്നെ ആ പ്രാദേശികമായ ആളുകൾ കുറേ എതിർപ്പുണ്ടാക്കും. പിന്നെ മത്സ്യബന്ധന തൊഴിലാളികളുടെ എതിർപ്പ് നേരിടേണ്ടി വരും. പിന്നെ അതിനൊരു ലൈസൻസ് കിട്ടാൻ വേണ്ടി പഞ്ചായത്ത് ഓഫീസിൽ കയറി ഇറങ്ങി മനുഷ്യൻ്റെ ആയുസ് കളയും. അതുപോലെ തന്നെ പിന്നെ രാഷ്ട്രീയക്കാരുടെ ഇടപെടലുകൾ, അവരുടെ ഭീഷണികൾ, നിരവധിയായ നൂലാമാലകൾ. ഇങ്ങനെ എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം ഇങ്ങനെ കാശ് മുടക്കി കേരളത്തിലെ ടൂറിസം വളർത്താൻ വരുന്ന ആളുകളെ നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ പോലും ശത്രുവായിട്ട് കാണുന്നത്? നമ്മുടെ നാട്ടുകാരെന്തുകൊണ്ടാണ് ശത്രുവായിട്ട് കാണുന്നത്? രാഷ്ട്രീയക്കാരെന്തുകൊണ്ടാണ് ശത്രുവായിട്ട് കാണുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ ഈ പ്രതിസന്ധികളെയൊക്കെ നയചാതുരി കൊണ്ട്, അവരുടെ തന്ത്രജ്ഞത കൊണ്ട്, അവരുടെ മനസ്സാന്നിധ്യം കൊണ്ട് അതിജീവിച്ചവർ ധാരാളം പ്രസ്ഥാനങ്ങൾ നടത്തുന്നുണ്ട്. കേരളത്തിലേക്ക് ടൂറിസത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവരോട് ഞാൻ പറയുന്നൊരു കാര്യം ഇതേ ഉള്ളൂ. അല്പം ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ നമ്മൾ ക്ഷമയോടെ നയചാതുരിയോടെ കുറച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഈ സംരംഭങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഇട്ടിട്ട് പോവുകയല്ല, നമ്മൾ അവിടെ പിടിച്ച് നിൽക്കണം. ഈ ഉദ്യോഗസ്ഥ തലത്തിലുള്ളവരും രാഷ്ട്രീയ തലത്തിലുള്ളവരും ഒക്കെ ആയിട്ട് നല്ല ബന്ധങ്ങളുണ്ടാക്കി ഒരു ഡിപ്ലോമാറ്റായിട്ട് തന്നെ അവിടെ പ്രവർത്തിക്കേണ്ടി വരും. അങ്ങനെ പ്രവർത്തിച്ച് വിജയിച്ച ധാരാളം സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് താനും. അപ്പോൾ പക്ഷേ ഈ മറ്റു രാജ്യങ്ങളിലൊക്കെ സമൂഹവും സർക്കാരും ഉദ്യോഗസ്ഥരും ചേർന്ന ഒരു പിൻബലത്തിലാണ് ഇവരെല്ലാം ഈ സംരംഭങ്ങൾ ആരംഭിക്കുന്നത്. അപ്പം അവിടെ ഈ സ്ക്യൂബ ഡൈവിങ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഓക്സിജൻ്റെ ഒരു കുറ്റി നമ്മുടെ പുറത്ത് ഫിക്സ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് ഓക്സിജൻ വരുന്ന ഒരു മാസ്ക് നമ്മുടെ മുഖത്ത് ഘടിപ്പിക്കും. ഒരു എയർ ടൈറ്റാണ്, വാട്ടർ ടൈറ്റായിട്ടുള്ള. എന്നിട്ട് നമ്മളെ ഈ കോറൽ കടലിൻ്റെ അടിയിലേക്ക് ഇറക്കി വിടും. അത് ഒരു പ്രത്യേക ബോട്ടിൽ നമ്മൾ പോയിട്ട് കോറലുകൾക്കിടയിൽ, കോറൽ എന്ന് പറഞ്ഞാൽ പവിഴപ്പുറ്റുകൾ, അതിനിടയിൽ മത്സ്യങ്ങൾ, വർണ്ണ മത്സ്യങ്ങൾ, അതിമനോഹരമായ കാഴ്ചയാണ്. ഇത് ഭൂമിയിൽ തന്നെയൊന്നും നമുക്ക് അത്ഭുതം തോന്നുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് ഈ കടലിനടിയിലെ ഈ കോറലുകൾക്കിടയിൽ ജീവിക്കുന്ന വർണ്ണ മത്സ്യങ്ങളുടെയും കാഴ്ച. അതിലേക്ക് ഈ ഓക്സിജൻ കുറ്റി പുറത്ത് ഫിക്സ് ചെയ്ത് നമ്മളെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ അടിയിൽ പോയി ഈ കാഴ്ചകൾ കണ്ടിങ്ങനെ നടക്കാം. കടലിൻ്റെ അടിത്തട്ടിൻ്റെ മനോഹരമായ കാഴ്ചകൾ. അത് ചിലപ്പോൾ അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ നീളുന്ന സ്ക്യൂബ ഡൈവിങ് ടൂറുകൾ നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള ടൂറുകൾ പുറപ്പെടുന്ന ബോട്ടുകളുടെ ഒരു പിയറാണ് അവിടെ. അതുകൂടാതെ തന്നെ സ്നോർക്കലിംഗ് ഉണ്ട്. അതായത് സ്നോർക്കൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുഴൽ വായിൽ പിടിപ്പിച്ചിട്ട് അതിൽ നിന്ന് അന്തരീക്ഷത്തിലെ ഓക്സിജൻ നമ്മൾ വായു എടുത്ത് ശ്വസിക്കുകയും, എന്നാൽ വെള്ളപ്പരപ്പിൻ്റെ തൊട്ട് താഴെ നമ്മളുടെ കണ്ണുകളിലൂടെ താഴത്തെ കാഴ്ചകൾ മനോഹരമായിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ നോക്കുമ്പോൾ ആകാശത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ വെള്ളത്തിന് മുകളിലുള്ളതുകൊണ്ട് നമുക്ക് അടിയിലത്തെ കാഴ്ച കാണത്തില്ല. എന്നാൽ വെള്ളത്തിനടിയിലേക്ക് അല്പം തല താഴ്ത്തി വെച്ചിട്ട് നമ്മൾ താഴേക്ക് നോക്കിയാൽ നല്ല ക്ലിയറായിട്ട് ഒരു ഗ്ലാസ്സിലൂടെ എന്ന പോലെ കാണാൻ പറ്റും. അതാണ് ഈ സ്നോർക്കലിങ്. അതുപോലെ തന്നെ അണ്ടർ സീ വാക്കിംഗ് ഉണ്ട്. കടലിനടിയിൽ കൂടെ നമ്മളൊരു പ്രത്യേക ഹെൽമെറ്റ്, ഓക്സിജൻ നമുക്ക് അല്ലെങ്കിൽ വായു നമുക്ക് കൃത്യമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന, നമ്മുടെ മൂക്കിലും വായിലും ഒന്നും വെള്ളം പോകാത്ത രീതിയിൽ ടൈറ്റായ ഒരു ഹെൽമെറ്റ് വെച്ചിട്ട് നമുക്ക് കടലിനടിയിൽ കൂടെ നടക്കാം. അണ്ടർ സീ വാക്കിംഗ് എന്ന് പറയും. അതുപോലെ തന്നെ വെള്ളപ്പരപ്പിലൂടെ സെയിലിംഗ് ഉണ്ട്, പാരാസെയിലിംഗ്. ഒരു ബോട്ടിൻ്റെ പുറകിൽ പിടിപ്പിച്ച പാരച്യൂട്ടിൽ നമ്മളെ പിടിപ്പിച്ച് ലോക്ക് ചെയ്തിടും. ഈ ബോട്ട് സ്പീഡിൽ പോകുമ്പോൾ ഈ പാരച്യൂട്ട് പൊങ്ങും, നമ്മളിങ്ങനെ പൊങ്ങും. അപ്പോൾ കടൽപ്പരപ്പിന് മുകളിലൂടെ ഇങ്ങനെ പറന്നു പോകുന്ന അനുഭവം. അതുപോലെ തന്നെ ഫ്ലൈയിങ് ഫിഷ് എന്ന് പറഞ്ഞ റൈഡുകളുണ്ട്. ഇതൊക്കെ ഈ ബാലി പോലുള്ള സ്ഥലങ്ങളിലുണ്ട്, ഇത്തരം സ്ഥലങ്ങളിലും എല്ലാം ഉണ്ട്. അപ്പോൾ ഇത്തരം കാഴ്ചകളൊക്കെ കണ്ട് കുറേ ദൂരം ഞാൻ നടന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ അടുത്ത് മറ്റൊരു ദ്വീപുണ്ട്. ഒരു 20 കിലോമീറ്റർ കടലിലൂടെ പോയാൽ എത്തുന്നൊരു ദ്വീപ്. ഇസ്ലാം മുജറസ് എന്നാണ് ആ ഐലൻഡിൻ്റെ പേര്. അപ്പോൾ ആ ഐലൻഡിലേക്കൊന്ന് പോകണം. ഇന്ന് ഉച്ച കഴിഞ്ഞ സമയത്ത് ആ ഐലൻഡിൽ പോയി കാഴ്ചകളൊക്കെ കൊണ്ട് തിരിച്ചു വരാം. എന്നിട്ട് രാത്രി ഈ പറഞ്ഞ കാൻകൂണിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. നാളെ ഞാനിവിടെയുണ്ട്. അപ്പോൾ നാളെയും പല സമയത്തും നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇന്ന് തന്നെ ഇസ്ലാം മുജറസ് ഒന്ന് കണ്ടിട്ട് വരണം എന്നുണ്ട്. അപ്പോൾ അതിന് ബോട്ടുകൾ പുറപ്പെടുന്ന, കറ്റമരം പുറപ്പെടുന്ന ഒരു ഫെറിയുണ്ട്. അവിടേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഈ സ്ട്രീറ്റുകളിലൂടെ ഒരു പ്രത്യേക സിറ്റി സർവീസ് ബസ്സുകൾ പോലത്തെ ബസ്സുകൾ നിരന്തരം ഇങ്ങനെ പാഞ്ഞു പോകുന്ന കാണാം. ഈ ബസ്സുകൾ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള, ടൂറിസ്റ്റുകൾ മാത്രമല്ല നാട്ടുകാർ അതിനകത്ത് കയറുന്നുണ്ട്. ഈ റിസോർട്ടുകളിലും ഈ ടൂറിസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് കേന്ദ്രങ്ങളിലും മാളുകളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളും ടൂറിസ്റ്റുകളും ഒക്കെ പോകുന്ന ബസ്സാണ്. ഈ ബസ്സിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ 12 പെസോയുടെ ഒരു ടിക്കറ്റ് എടുത്താൽ മതി. 12 പെസോ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണേൽ പോയി ഇറങ്ങാം. തൊട്ടടുത്തിറങ്ങണമെങ്കിലും ഈ 22 കിലോമീറ്ററിൻ്റെ അങ്ങേ അറ്റത്ത് പോയി ഇറങ്ങണമെങ്കിലും ഒക്കെ 12 പെസോ മതി. 12 പെസോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാണ്ട് 50 രൂപ. അപ്പോൾ ഇത്ര ഒരു ബസ് വരുന്ന ഒരു ബസ് സ്റ്റോപ്പിൽ ഞാൻ കാത്തു നിന്നു. ബസ് വരുന്നു, ചാടി കയറുന്നു, 12 പെസോ എടുത്ത് കൊടുക്കുന്നു, ടിക്കറ്റ് കിട്ടുന്നു, അവിടെ ഇരിക്കുന്നു. ഈ ഇസ്ലാം മുജറസിലേക്ക് പോകുന്ന ഒരു ബോട്ട് ജെട്ടിയുണ്ട്, ഫെറി പിയറുണ്ട്, അവിടെയാണ് പോയി ഇറങ്ങേണ്ടത്. അങ്ങനെ ഞാൻ പ്ലായ ലിൻഡ എന്ന് പറയുന്ന സ്ഥലത്ത് ബസ്സിൽ പോയി ഇറങ്ങി. അപ്പോൾ ഈ പ്ലായ ലിൻഡയിലേക്ക് കടക്കുന്നിടത്ത് മനോഹരമായൊരു സ്ട്രക്ചറാണ്. ഓല മേഞ്ഞ അല്ലെങ്കിൽ പുല്ല് മേഞ്ഞത് നമുക്ക് തോന്നുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക സ്ട്രക്ചർ.
ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ എങ്ങനെയായിരിക്കണം കെട്ടിടം പണിയേണ്ടത്, ഒരു ബോട്ട് ജെട്ടി അല്ലെങ്കിൽ അവിടുത്തെ ഒരു പൊതുസ്ഥാപനം എങ്ങനെ പണിയേണ്ടതെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. നമുക്ക് യാതൊരു കലാബോധവും ഉണ്ടാവില്ല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കെട്ടിടം പണിയുണ്ടെങ്ങനെയെന്ന്. കോൺക്രീറ്റിൻ്റെ വൈകൃതങ്ങളാണ് പണിത് വെക്കുക. പഴയ ഏതോ സർക്കാർ ആശുപത്രിയുടെ മോർച്ചർ കെട്ടിടം പോലെയാണ് മിക്കവാറും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെ കെട്ടിടങ്ങൾ പോലും നമുക്ക് തോന്നുക. ഞാൻ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ കയറി ചെല്ലുന്നു. അപ്പോൾ ഇനി 3 മണിക്കുള്ള ഫെറിയാണ് ഉള്ളത്. അതിൻ്റെ ടിക്കറ്റ് 2 മണിക്കേ കൊടുത്തു തുടങ്ങുള്ളൂ. അപ്പോൾ ഇനി 1 മണിക്കൂറുണ്ട്, എന്ത് ചെയ്യും? അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, ഭക്ഷണം കഴിക്കാം. കാരണം ഈ ഫെറിയെ കയറി അവിടെ ചെന്ന് പിന്നെ ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടിയില്ലെങ്കിലോ. അപ്പോൾ നോക്കുമ്പോൾ ഈ റോഡിൻ്റെ മറുവശത്ത് കുറച്ച് അപ്പുറം മാറിയിട്ട് ഷാക്കുകൾ, അതായത് ചെറിയൊരു കെട്ടിടം. അപ്പോൾ അവിടെ റെസ്റ്റോറൻ്റ് ആണെന്ന് മനസ്സിലാകുന്ന രീതിയിൽ ബോർഡുകളൊക്കെ ഉണ്ട്. ഞാൻ റോഡ് ക്രോസ് ചെയ്ത് അവിടേക്ക് ചെന്നു. അവിടെ ചെല്ലുമ്പോൾ കുറേ ആളുകൾ ഇരിക്കുന്നുണ്ട്. അതൊന്നും ടൂറിസ്റ്റുകളല്ല, എങ്കിലും ബാക്ക് പാക്കർമാരായ ടൂറിസ്റ്റുകളും ആ നാട്ടിലെ ഈ പറഞ്ഞ സ്ഥാപനങ്ങളൊക്കെ ജോലി ചെയ്യുന്ന ജീവനക്കാരൊക്കെ ഭക്ഷണം കഴിക്കുന്നൊരു സ്ഥലമാണ്. മെക്സിക്കൻ വിഭവങ്ങളുണ്ട്. ഒരു സൂപ്പ് ഞാൻ ആദ്യം ഓർഡർ ചെയ്തു. പിന്നെ കുറച്ച് മെക്സിക്കൻ വിഭവങ്ങൾ ഓർഡർ ചെയ്തു, റൈസൊക്കെ ചേർന്ന വിഭവങ്ങൾ. പിന്നെ നല്ല ചൂടുള്ള സമയമാണ്, ഉച്ച സമയവും. അപ്പോൾ ഇവർ ചെല്ലുമ്പോഴേ ചോദിക്കുന്നത് ഏത് ബിയറാണ് വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. മെക്സിക്കോയിൽ ചെന്നാൽ നമ്മൾ കഴിക്കേണ്ട ഒരു ബിയറുണ്ട്, മെക്സിക്കൻ ബിയർ, കൊറോണ. ഈ കൊറോണ കഴിക്കാൻ പറ്റിയ സമയത്താണ് ഞാനവിടെ എത്തിയിരിക്കുന്നത്. ലോകം മുഴുവൻ കൊറോണ വൈറസ് പിടിമുറക്കി കോവിഡ് ഇങ്ങനെ മനുഷ്യനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയത്ത് മെക്സിക്കോക്കാർ ഇതൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിലും എൻ്റെ ഓർമ്മ തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നു. നാട്ടിൽ ഈ സമയത്തൊക്കെ ഭീകരമായ അവസ്ഥയാണ്, ഭയം വിതച്ചുകൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളെല്ലാം. നാട്ടിലാകെ പ്രശ്നങ്ങൾ, മനുഷ്യൻ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ മെക്സിക്കോയിൽ ഇതൊന്നും അറിയാത്ത ആളുകളുടെ കൂടെ ജീവിക്കുന്നതെന്ന് ഓർക്കണം. ഈ കൊറോണ ബിയർ കണ്ടതോടുകൂടി എനിക്ക് വീണ്ടും നാട്ടിലെ ഓർമ്മകൾ വന്നു. ഞാൻ തിരിച്ച് അങ്ങനെ ചെല്ലുമ്പോഴത്തേക്ക് നാട്ടിലെ അവസ്ഥ എന്താകുമെന്നുള്ള ചിന്തയായി. തിരിച്ചെനിക്ക് നാട്ടിലേക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ചിന്തയായി. എന്തും വരട്ടെ, ഇവിടെയുള്ള സമയത്ത് എൻ്റെ ജോലി പൂർണ്ണം പെർഫെക്റ്റായിട്ട് അങ്ങ് ചെയ്യുക. മടക്കയാത്രയല്ലേ, അത് അന്നേരം ചിന്തിക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും ഈ പറഞ്ഞ പ്ലായ ലിൻഡയിലേക്ക് എത്തുന്നു. അവിടെ ചെല്ലുമ്പോൾ ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ടിക്കറ്റ് എടുത്ത് നമ്മൾ കയറി ചെല്ലുന്ന ഈ ഓലമേഞ്ഞ ആ ട്രഡീഷണൽ ശൈലിയിൽ പണിത മനോഹരമായ കെട്ടിടത്തിനകത്തുനിന്ന് ക്രോസ് ചെയ്ത് നമ്മൾ ചെല്ലുന്നത് ഒരു തെങ്ങിൻ തോപ്പിലേക്കാണ്. കേരളത്തിലെ വൃത്തിയാക്കിയിട്ടൊരു തെങ്ങിൻ തോപ്പാണെന്നേ തോന്നുള്ളൂ. തെങ്ങിൻ തോപ്പ് എന്ന് പറഞ്ഞാൽ കാനയൊന്നുമില്ല അതിനകത്ത്. മനോഹരമായ ലോൺ പിടിപ്പിച്ച നിരന്ന് നിൽക്കുന്ന തെങ്ങുകൾ കുട പിടിച്ച മനോഹരമായൊരു സ്ഥലം. ഇതിൻ്റെ ഒരു വശം ഉൾക്കടൽ ഇങ്ങനെ കയറി കിടക്കുക. ഈ ഉൾക്കടലിൽ പഴയ പൈറേറ്റ്സ് കപ്പലുണ്ടല്ലോ, പൈറേറ്റ്സ് ഓഫ് കരീബിയനൊക്കെ പോലത്തെ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ള തരം ഒരു പൈറേറ്റ് കപ്പൽ കിടപ്പുണ്ട്. ഈ തെങ്ങിൻ തോപ്പിൻ്റെ ഒരു മൂലയ്ക്ക് മനോഹരമായിട്ട് പ്രിപ്പയർ ചെയ്ത ഒരു റെസ്റ്റോറൻറ്റ് കം ബാറുണ്ട്. അവിടെയാണ് ആളുകൾ മുഴുവൻ കൂടിയിരിക്കുന്നത്. ഈ ടിക്കറ്റ് എടുത്തവരെല്ലാം നേരെ അങ്ങോട്ട് പോകുന്നു, ഓരോ ബിയർ കഴിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇവിടെ ഉണ്ടായിരുന്ന ഭക്ഷണം റെസ്റ്റോറൻറ്റും ഒക്കെ. പക്ഷേ ഇവിടെ വേറൊരു കാര്യമാണ്, മറ്റേ ഇടത്ത് ഞാൻ കഴിച്ച ആ വിലയ്ക്കൊന്നും ഇവിടെ കിട്ടില്ല. ഇത് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ളതാണ്. ലോകത്തെവിടെയും ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഫെസിലിറ്റികളിൽ നിരക്കൊക്കെ വളരെ കൂടുതലായിരിക്കും. എങ്കിലേ ടൂറിസം ഇൻഡസ്ട്രി എന്ന് പറയാൻ പറ്റുള്ളൂ, എങ്കിലേ നാട്ടുകാർക്ക് അതുകൊണ്ട് ഗുണമുള്ളൂ. വിദേശ രാജ്യത്ത് നിന്ന് വരുന്നവരുടെ അടുത്ത് നിന്ന് പരമാവധി കാശ് മേടിച്ചെടുക്കലാണ് ടൂറിസത്തിൻ്റെ പോളിസി തന്നെ. അവിടുത്തെ ആ കാഴ്ചകളൊക്കെ പകർത്തിയെടുത്തു. ഈ കരീബിയൻ കപ്പലിൻ്റെ ദൃശ്യങ്ങൾ പകർത്തി. അത് ശരിക്കും ഒരു മോഡേൺ ഷിപ്പാണ്, പക്ഷേ അതിനെ തടി കൊണ്ട് പഴയ ഒരു ശൈലിയിലേക്ക് രൂപപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇതിനകത്ത് ബാൻഡുകളും മ്യൂസിക്കും ഒക്കെ ആയിട്ട് ടൂറിസ്റ്റുകളുമായിട്ട് ഈ ഉൾക്കടലിലൂടെ പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് ഗംഭീരമായ ഡിന്നർ, മനോഹരമായ സംഗീതം, ഡാൻസ്, ഇതൊക്കെ ആയിട്ട് 2 മണിക്കൂർ കടലിലൂടെ ആഘോഷിച്ച് ഇവൻ തിരിച്ചു വരും. എല്ലാ ദിവസവും വൈകുന്നേരം ഇവൻ്റെ ഒരു ക്രൂസുണ്ട്. അതിനുവേണ്ടി ആളുകൾ നേരത്തെ തന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഒരു സന്ധ്യ ആകുമ്പോഴത്തേക്കും വരും. ഒരു സൺസെറ്റ് ക്രൂസ്, അപ്പം സന്ധ്യ മയങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടുന്ന് തുടങ്ങും. ഈ ബാറിലും ഒക്കെ ആണെങ്കിൽ കുറേ ആളുകൾ ഇരിപ്പുണ്ട്. ഇപ്പോൾ ഇവിടേക്ക് വരുന്ന ഈ പ്ലായ ലിൻഡയിലേക്ക് വരുന്നവർ മുഴുവൻ ഈ ഐലൻഡിലേക്ക് പോകാനുള്ളവരാണ്, ഇസ്ലാം മുജറസിലേക്ക് പോകാനുള്ളവർ. അപ്പം ഞാനും അങ്ങനെ കാത്തിരുന്നു. 3 മണിയായപ്പോഴത്തേക്കും അങ്ങകലെ ആ ഉൾക്കടലിൽ കൂടെ അതിൻ്റെ ഓളപ്പരപ്പിൻ്റെ മുകളിലൂടെ തൊട്ടില്ലാന്ന മട്ടിൽ തെന്നി വരുന്ന പോലെ ഒരു കറ്റമരം വരുന്നുണ്ട്. ഈ കറ്റമരം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമല്ലോ, സാധാരണ ബോട്ടുകളുടെ അടി ഇങ്ങനെ ഒരു ഹള്ളായിരിക്കും, വെള്ളത്തിലേക്ക് ഇറങ്ങിയ ഒരു ഹള്ള്. ഈ കറ്റമരന് അത്തരത്തിലുള്ള 2 ഹള്ളുണ്ടാവും. അതുകൊണ്ടുള്ളൊരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, കടലിച്ചിരി റഫാണെങ്കിലും ഇവൻ ചെരിയോ മറിയോ ഒന്നും ചെയ്യില്ല, അവൻ ബാലൻസ്ഡ് ആയിരിക്കും. തന്നെയല്ല അതിവേഗം പോകും. കടലിൻ്റെ ഓളപ്പരപ്പിന് മുകളിലൂടെ തെന്നിപ്പോകുന്ന പോലെയാണ് അതിവേഗം പോകുന്നൊരു ജലവാഹനമാണ് ഈ കറ്റമരനുകൾ. ഈ ഫെറി സർവീസിന് ഉപയോഗിക്കുന്ന കറ്റമരൻ. അതിങ്ങനെ അടുത്തടുത്ത് വന്നു. ഇതിൽ കുറേ ജീവനക്കാരുണ്ട്, അവരിറങ്ങുന്നു. ഒരു റാമ്പ് ഈ ബോട്ടിലേക്ക് ചാരി വെക്കുന്നു, ഈ കറ്റമരനിലേക്ക് ചാരി വെക്കുന്നു. ഈ കറ്റമരൻ 2 നിലയുള്ളതാണ് കേട്ടോ. നമ്മൾ ഈ ചെറിയൊരു ബോട്ടൊന്നും ആയിട്ട് സങ്കല്പിക്കരുത്. ഒരു 300 ആളുകൾക്ക് യാത്ര ചെയ്യാവുന്ന 2 നിലയുള്ള ഒരു കറ്റമരനാണ്. അതിൻ്റെ അപ്പർ ഡെക്കിൽ ഓപ്പൺ ഡെക്കാണ്. അവിടെ നമുക്ക് ഇരുന്ന ടൂറിസ്റ്റുകളൊക്കെ അവിടെ ഇരിക്കുക. താഴെ എയർ കണ്ടീഷൻ്റെ ഒരു ഡെക്കുണ്ട്. ആ ഡെക്കിലാണ് നാട്ടുകാരും പിന്നെ ഈ വെയിൽ കൊള്ളാൻ താല്പര്യമില്ലാത്ത ടൂറിസ്റ്റുകളൊക്കെ ഇരിക്കുന്നത്. അത് AC ആണ്. മനോഹരമായ ബ്രാൻഡ് ന്യൂ കറ്റമരനുകളാണ് ഇതൊക്കെ. ഇറങ്ങാനുള്ളവരിറങ്ങി, ഞങ്ങളതിനകത്തേക്ക് കയറി.
ഈ ഐലൻഡിലേക്ക്, ഈ ഇസ്ലാം മുജറസിലേക്ക് വൈകിട്ട് അങ്ങോട്ട് പോകാൻ ആളുകൾ കുറവാണ്. സാധാരണഗതിയിൽ ബഹുഭൂരിപക്ഷം ആളുകളും രാവിലെ ഐലൻഡിൽ പോയിട്ട് പകൽ മുഴുവൻ ഐലൻഡിലെ കാഴ്ചകളിലൂടെ സ്പെൻഡ് ചെയ്ത് വൈകിട്ടാകുമ്പോൾ തിരിച്ചു വരികയും കാൻകൂണിലെ ഹോട്ടലുകളിൽ താമസിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ കുറേ ടൂറിസ്റ്റുകളുണ്ട് ഈ ഇസ്ലാം മുജറസിൽ പോയി താമസിക്കുന്നവർ. ഈ ഇസ്ലാം മുജറസ് എന്ന് പറയുന്നത് ഒരു ഗംഭീര സ്ഥലമാണ്. നമ്മൾ തായ്ലൻഡിലെ ഫുക്കറ്റ്, ക്രാബി എന്നൊക്കെ പറഞ്ഞ ഐലൻഡുകളുണ്ടല്ലോ, ഈ ഐലൻഡുകൾ ടൂറിസത്തിന് വേണ്ടി മാത്രം ഒരുങ്ങിയിരിക്കുന്നതാണ് എന്ന് പറഞ്ഞതുപോലെ ഈ കാൻകൂണിൽ നിന്ന് കടലിലേക്ക് മാറി 20 കിലോമീറ്റർ അകലെയുള്ള ഈ ഇസ്ലാം മുജറസ് ടൂറിസത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. നിരവധി റെസ്റ്റോറൻറ്റുകൾ, കുറേയേറെ റിസോർട്ടുകൾ, ഒരു ചെറിയ എയർ സ്ട്രിപ്പ്, മനോഹരമായ ബീച്ചുകൾ, ബീച്ച് ആക്ടിവിറ്റികൾ, ഫിഷിംഗ് ടൂറുകൾ, അതുപോലെ തന്നെ സൺസെറ്റ് ക്രൂസുകൾ എന്ന് വേണ്ട നമ്മൾ ഈ തായ്ലൻഡിൽ കാണുന്ന കുറച്ചുകൂടെ നിലവാരമുള്ള ടൂറിസ്റ്റുകളെ പ്രതീക്ഷിക്കുന്ന ഗംഭീരമായ ആക്ടിവിറ്റികളുടെ ഒരു ഐലൻഡാണ്. അവിടെ ചെന്നാലുണ്ടല്ലോ, അവിടെ ചെന്ന് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായേ ഒരു 3-4 ദിവസം താമസിച്ച് ആഘോഷിക്കാനുള്ള സ്ഥലം അത്. പ്രധാനമായിട്ടും ഈ കടൽ തീരത്തെ ബീച്ചുകൾ, പഞ്ചാരമണലിൻ്റെ ബീച്ചുകൾ, ആ ബീച്ചിലെ ആക്ടിവിറ്റികളൊക്കെയാണ്. അതിന് ഗംഭീരമായ ഷാക്കുകൾ, ഓലമേഞ്ഞ റെസ്റ്റോറൻറ്റുകൾ, അവിടെ ഇങ്ങനെ ബീറോ ഒക്കെ നുണഞ്ഞ് അല്ലെങ്കിൽ കോക്ടെയിലുകളോ ഒക്കെ രുചിച്ച് ഇങ്ങനെ വന്ന് അലസമായ ജീവിതം നയിക്കുന്ന ആളുകൾ വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ്, ഈ താമസിക്കുന്നൊരു സ്ഥലമാണ് ഇസ്ലാം മുജറസ്. അപ്പോൾ ഞങ്ങൾ ബോട്ടിൽ യാത്ര പുറപ്പെടുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്കും വൈകുന്നേരം ആയാലും ഉച്ച കഴിഞ്ഞൊരു 3 മണി കഴിയുമ്പോൾ ഇത്തരം സ്ഥലങ്ങളിൽ ഈ ഉൾക്കടലുകളുള്ള ഭാഗത്തൊക്കെ കാറ്റ് തുടങ്ങും. ഇതൊന്നും അറിയാതെ ഇതിൻ്റെ അപ്പർ ഡെക്കിൻ്റെ ഒരു മൂലയ്ക്ക് ഒരു പാട്ടുകാരൻ ഇരിപ്പുണ്ട്. അയാൾ പഴയ സ്പാനിഷ് സംഗീതമൊക്കെ, കൗബോയ് സംഗീതമൊക്കെ പോലെ ഒരു തൊപ്പിയൊക്കെ വെച്ച് കയ്യിലൊരു ഗിത്താറൊക്കെ ആയിട്ടിരുന്ന് പാടുന്നു. ഈ പാടിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് ഇടയ്ക്ക് അവരെടുത്ത് പോയി പൈസ ഇട്ട് കൊടുക്കുന്നു. ഈ കടൽ യാത്രയിൽ ഈ സംഗീതവും ഇയാളുടെ ഗിത്താറും ഇയാളുടെ രൂപഭാവങ്ങളും ഈ കടൽക്കാറ്റും ഈ വൈകുന്നേരത്തെ വെയിലുമെല്ലാം ചേർന്ന് ഗംഭീരമായൊരു അനുഭവമാണ്. ഈ ഐലൻഡിലേക്ക് പോകുമ്പോൾ കുറേ ദൂരം ഈ കാൻകൂണിൻ്റെ ആ തീരം ചേർന്നാണ് കുറേ ഓടുന്നത്. അപ്പോൾ എത്രയോ റിസോർട്ടുകളാണെന്നറിയോ. ഈ റിസോർട്ടുകൾക്കെല്ലാം മുമ്പിൽ ബീച്ചുണ്ട്. റിസോർട്ടുകളുടെ ബീച്ച് എന്ന് പറയുന്നത് അവരുടെ സ്വന്തം ബീച്ചാണ്, അവർക്ക് കൊടുത്തിരിക്കുന്നതാണ്. അവിടെ ആ റിസോർട്ടിൽ താമസിക്കുന്നവർക്ക് മാത്രമേ അവിടെ ആ ബീച്ച് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ബീച്ചിലേക്ക് വരണമെങ്കിൽ റിസോർട്ടിനകത്തോടെ വരണം. ഞാൻ ഈ നാട്ടുകാരൻ, അതുകൊണ്ട് ഞാൻ ഏത് മണൽപ്പരപ്പിലും പോയി കിടക്കുന്നവരെ ഉപദ്രവിക്കും, അവരെ കൂവും കാറും, അവരുടെ ഫോട്ടോ എടുക്കും, സെൽഫി എടുക്കും, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ടൂറിസം സോണിൽ നാട്ടുകാർ കയറി ശല്യം ഉണ്ടാക്കില്ല. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ സങ്കല്പിക്കാൻ പറ്റുമോ? നമ്മുടെ ഏത് ബീച്ചും നാട്ടുകാർക്ക് കയറി ഈ സ്വാതന്ത്ര്യത്തോടെ പെരുമാറാനുള്ള സ്ഥലമാണ്. ടൂറിസ്റ്റുകൾ വേണമെങ്കിൽ ഞങ്ങളുടെ ഔദാര്യം സ്വീകരിച്ചോണം എന്നുള്ള മട്ടിലാണല്ലോ നമ്മൾ പലപ്പോഴും കാണുക. ഇവിടെ അങ്ങനെയല്ല. ടൂറിസ്റ്റ് സോണിൽ, ഈ ഹോട്ടൽ സോണിലെ ബീച്ചുകളെല്ലാം ഈ റിസോർട്ടുകളുടെയാണ്. ആ റിസോർട്ടിലെ ഗസ്റ്റുകൾക്ക് മാത്രമേ അവിടെ എൻട്രി ഉള്ളൂ. അവർക്ക് യഥേഷ്ടം അവിടെ വിഹരിക്കാം. ആ സ്വാതന്ത്ര്യം കിട്ടുന്നത് കൊണ്ടും അത്രയും സൗകര്യങ്ങൾ കിട്ടുന്നത് കൊണ്ടാണ് ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്ന് ഇത്രയും ദൂരം വിമാനത്തിൽ പറന്ന് അവിടെ ചെന്ന് ഇത്രയേറെ പണം മുടക്കി അവരവിടെ താമസിക്കുന്നത്. അങ്ങനെയാണ് ടൂറിസം വളരുന്നത്. ഈ ഐലൻഡിൽ ഞാൻ പറഞ്ഞല്ലോ ഏതാണ്ട് 35,000-ഓളം ഹോട്ടൽ മുറികളുണ്ടെന്നും അവിടെ ഒരു മുറിയിൽ 2 പേർക്ക് താമസിക്കാനുള്ളതാണ്. ചിലതും ട്രിപ്പിൾ റൂംസൊക്കെ ഉണ്ട്. എന്നാൽ പോലും അങ്ങനെ നോക്കിയൊക്കെ തന്നെ ഒരു രാത്രി ഈ കാൻകൂൺ എന്ന് പറയുന്ന പട്ടണത്തിൽ മാത്രം ഏതാണ്ട് 70,000 ആളുകൾ അന്തി ഉറങ്ങുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 35,000 ഹോട്ടൽ മുറികളുടെ ശരാശരി ഒരു രാത്രിയുടെ നിരക്കെന്ന് പറയുന്നത് ഏകദേശം 25,000 മുതൽ 30,000 രൂപ വരെയാണ്. 30,000 രൂപയ്ക്ക് തുല്യമായ തുക തന്നെയാണ്. അപ്പോൾ 30,000 ഗുണം 25,000 ആണ് അവിടുത്തെ ഹോട്ടലുകളുടെ രാത്രി, ഒരൊറ്റ രാത്രിയിൽ വരുന്ന വരുമാനം. അതിൻ്റെ ഒരു 20-30% സർക്കാരിനുള്ളതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ആ നാട്ടിലേക്ക് വരുന്ന വരുമാനം എത്രയെന്ന്. ആ വരുന്ന തുകയിൽ വലിയൊരു ശതമാനം ആ നാട്ടുകാരായ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ എല്ലാ സൗകര്യങ്ങളും, ഈ ഞങ്ങളിൽ പോകുന്ന കറ്റമരൻ്റെ ഡ്രൈവറും അതിൻ്റെ പാലം വലിച്ചു വെക്കുന്നവനും ആളെ കയറ്റുന്നവനും ഇറക്കുന്നവനും മുതൽ ഇതിൻ്റെ മെക്കാനിക്ക് വരെയുള്ളവരും, ഈ നിരവധിയായ ബോട്ടുകൾ, പൈറേറ്റ് ഷിപ്പ്, ബാറുകൾ, റെസ്റ്റോറൻറ്റുകൾ, ടിക്കറ്റ് കൊടുക്കാൻ നിൽക്കുന്നവർ എന്ന് വേണ്ട സർവ്വ ആളുകളും ഈ വരുന്ന ടൂറിസ്റ്റുകളുടെ പൈസ കൊണ്ട് ജീവിക്കുന്നത്. ഇങ്ങനെയാണ് ടൂറിസം ഒരു എക്കോണമിയെ പുഷ്ടിപ്പെടുത്തുന്നത്. അല്ലാതെ കടൽ തീരത്ത് വെറുതെ പോയി നിന്ന് സെൽഫി എടുത്തിട്ട് തിരിച്ചു പോകുന്ന നാട്ടുകാരനെ കൊണ്ട് ഒരു ഗുണവും ടൂറിസത്തിലില്ല. ടൂറിസത്തിന് ഗുണം ഉണ്ടാവണമെങ്കിൽ അന്യനാടുകളിൽ നിന്ന് ആളുകൾ ഇവിടെ വരണം, അവർ ഒരു രാത്രിയെങ്കിലും താമസിക്കണം. കേരള ടൂറിസത്തിന് ഇപ്പോഴും മനസ്സിലാകാതെ പോകുന്ന കാര്യം എന്താണെന്നറിയോ? നമ്മുടെ മരങ്ങാട്ടുപള്ളിക്കാരൻ വാഗമണ്ണിലേക്ക് രാവിലെ പൊതിച്ചോറും കെട്ടി 2 കുപ്പി കള്ളുമായിട്ട് പോവുകയും അവിടെ പോയിരുന്ന ആ കള്ളു കുടിച്ച് കോപ്രായെല്ലാം കാണിച്ച് ആ കള്ളുകുപ്പി അവിടെ തല്ലിപ്പൊട്ടിച്ചിട്ട് പൊതിഞ്ഞ് കെട്ടിക്കൊണ്ടുപോയ ചോറ് കഴിച്ച് ബാക്കി പൊതി അവിടെ വലിച്ചെറിഞ്ഞിട്ട് തിരിച്ചു വരികയും ചെയ്താൽ അതെല്ലാം ടൂറിസമാണ് നമ്മൾ കരുതുന്നത്. അതിന് പിക്നിക്ക് എന്നാണ് പറയുക, അതിന് എക്സ്കർഷൻസ് ഒക്കെയാണ് പറയുക. ടൂറിസം അതല്ല. ഒരു രാത്രിയെങ്കിലും ഒരു ഡെസ്റ്റിനേഷനിൽ വന്ന ആളുകൾ താമസിക്കുകയും പണം സ്പെൻഡ് ചെയ്യുകയും ചെയ്തെങ്കിലേ ടൂറിസം ഒരു ഇൻഡസ്ട്രി ആവുള്ളൂ. ഇപ്പോഴും നമ്മുടെ ടൂറിസത്തിൻ്റെ കണക്കുകൾ എടുക്കുമ്പം ഈ വന്നു പോകുന്ന നാട്ടുകാരുടെ കണക്കെടുത്തിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്.
അപ്പോൾ ഇതൊക്കെ മാറണം, ഈ ചിന്തകൾ മാറണം, ഈ രീതിയിലുള്ള സങ്കല്പങ്ങളും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന കണക്ക് നിരത്തിലുമല്ല നമുക്ക് വേണ്ടത്. നമ്മുടെ ടൂറിസം ബാലിശമായ അവസ്ഥയിലാണ് ഇപ്പോഴും, ഇനി ഏറെ വളരാനുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിതൊക്കെ ചിന്തിച്ചിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ കറ്റമരൻ തീരത്തോടടുത്തു. അവിടെ ഒരു ടെർമിനലുണ്ട്. ഈ കറ്റമരൻ എന്നുള്ള വാക്ക് എവിടെ നിന്നുണ്ടായെന്നറിയോ? അത് ഇന്ത്യക്കാരുടെ സംഭാവനയാണ്. ഇന്ത്യക്കാരുടെ എന്നല്ല, തെക്കേ ഇന്ത്യക്കാരുടെ. തമിഴന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 2 മരക്കട്ടകൾ വെച്ച് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി മീൻ പിടിക്കാനൊക്കെ പോകുമായിരുന്നു. കട്ടമരം എന്നാണ് അതിന് വിളിച്ചിരുന്നത്. ഈ കട്ടമരം ഈ ബംഗാൾ ഉൾക്കടലിലൂടെ യാത്ര ചെയ്തിരുന്ന സായിപ്പ് ഇതിനെ കാണുകയും ഇതിൻ്റെ പേര് കട്ടമരം എന്നാണെന്ന് മനസ്സിലാക്കുകയും ആ കട്ടമരം എന്ന പേര് ഇവർ ഈ 2 ഹള്ളുള്ള ഇത്തരം ബോട്ടുകൾ രൂപപ്പെടുത്തിയപ്പോൾ അതിനും കട്ടമരം എന്ന് പേരിട്ടു. ആ കട്ടമരമാണ് കറ്റമരൻ എന്ന് പിന്നീട് പരിഷ്കരിച്ച് രൂപപ്പെട്ടത്. ഈ കറ്റമരൻ യാത്രയ്ക്ക് നമ്മൾ കൊടുക്കേണ്ടതുണ്ടല്ലോ, ഈ 20 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വരുന്നതിന് 1500 രൂപയാണ്. അപ്പോൾ ഒരു ദിവസം ഡെയിലി ഇവന്മാർ എത്ര ട്രിപ്പ് അടിക്കുന്നതെന്നറിയോ? ഓരോ മണിക്കൂർ ഇടവിട്ട്. ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് മാത്രമാണ് ഞാൻ പറഞ്ഞല്ലോ 2 മണിക്കൂർ ഇടവിട്ട്. അപ്പോൾ 100-300 ആളുകൾക്ക് യാത്ര ചെയ്യാവുന്ന ഈ ട്രിപ്പിൽ രാവിലത്തെ ഒരു 3 ട്രിപ്പെങ്കിലും നിറയെ ആളുകളുമായിട്ടാണ്. ഇനി വൈകിട്ട് ഒരു 4 മണി 5 മണി മുതൽ ഒരു 9 മണി വരെ ട്രിപ്പുകളുണ്ട്. അതും നിറയെ ആളുകളായിരിക്കും. അപ്പോൾ എല്ലാവരും 300 പേരും 1500 രൂപ കൊടുത്താൽ വരുന്നതെങ്കിൽ ഒന്ന് ആലോചിക്കുക, ഈ കറ്റമരംകാർ ഒരു ദിവസം ഉണ്ടാക്കുന്ന പണം എത്രയാണെന്ന്. ഇതൊക്കെയാണ് ടൂറിസത്തിൻ്റെ അനുബന്ധ വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. ഇറങ്ങിക്കഴിയുമ്പോൾ ഇത് വ്യത്യസ്തമായൊരു ലോകം. കാൻകൂൺ പോലെയല്ല, കുറച്ചുകൂടെ ജനകീയമായ, കുറച്ചുകൂടെ ലോ ഗ്രേഡിലുള്ള ഒരു ടൂറിസം സെൻറ്റർ. അതായത് വഴിയോരങ്ങളിൽ മുഴുവൻ ഈ സുവനീർ കടകൾ. കാൻകൂണിലത് കാണാൻ കിട്ടില്ല. കാൻകൂണിലെല്ലാം 5 സ്റ്റാർ ഹോട്ടലുകളുടെ ഗംഭീരമായ ഒരു റിസോർട്ടിനകത്തോട് നടക്കുന്ന പോലെയാണെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ പട്ടയയിലോ തായ്ലൻഡിലെ പട്ടണങ്ങളിലോ ഒക്കെ ചെന്ന പോലെ, അല്ലെങ്കിൽ ഫുക്കറ്റിലോ ഒക്കെ ചെന്നതുപോലെയാണ്. വഴിയോരത്ത് ടീഷർട്ട്, കരകൗശല വസ്തുക്കളൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നവർ, ഓല മേഞ്ഞ, വൃത്തികേടെന്നല്ല അതിനർത്ഥം, മനോഹരമായിട്ട് ഓല മേഞ്ഞ കെട്ടിടങ്ങൾ, 1-2 നിലയുള്ള കെട്ടിടങ്ങൾ, ടൂർ ബുക്കിങ്ങിനുള്ള കേന്ദ്രങ്ങൾ, ബോട്ടിങ്ങിന് ആളെ ക്യാൻവാസ് ചെയ്യുന്ന ആളുകൾ. അതായത് അവിടേക്ക് ചെല്ലുമ്പം വേറൊരു തരം ടൂറിസമാണ്. ആ സ്ട്രീറ്റുകൾ മുഴുവൻ ടൂറിസത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. ടൂറിസത്തിൻ്റെ അനുബന്ധമായ ഷോപ്പുകൾ, റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ, ചെറിയ ബാറുകൾ, മസാജ് സെൻറ്ററുകൾ, അങ്ങനെ ഒരു ജനകീയ ടൂറിസത്തിൻ്റെ കേന്ദ്രം. നമ്മൾ തായ്ലൻഡിലോ മലേഷ്യയിലോ മറ്റോ എത്തിയതാണെന്ന് തോന്നുന്ന മട്ടിൽ. ഇവിടെ ഈ റോഡിൽ കൂടെ കാറും ബസ്സൊന്നുമല്ല, ഈ ബഗ്ഗികളാണ്. അല്ലെങ്കിൽ എന്താ ഞാൻ പറയുക, ക്ലബ് കാറുകൾ എന്ന് വേണേൽ പറയാം, ഗോൾഫ് കാർട്ടുകൾ എന്നും വേണേൽ പറയാം. ഇലക്ട്രിസിറ്റി കൊണ്ടോടുന്ന, ബാറ്ററി കൊണ്ടോടുന്ന 4-5-6 പേർക്ക് ഇരിക്കാവുന്ന ബഗ്ഗികൾ. ഇതിൽ ഒരു മണിക്കൂർ നേരത്തേക്ക് $15 കൊടുക്കണം. പക്ഷേ ഒരാൾ അല്ല, ഇതിനകത്ത് 5-6 പേർക്ക് കയറാം. 6 പേർക്ക് $15 ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് കഷ്ടിച്ച് ഒരു $2-2.5 വരുന്നുള്ളൂ. അപ്പോൾ ഇതെടുത്തിട്ട് ഈ ദ്വീപിൽ മുഴുവൻ നമുക്ക് സഞ്ചരിക്കാം. ഒരു 2 മണിക്കൂർ ഉണ്ടെങ്കിൽ ദ്വീപിലെ കാഴ്ചകളിലേക്ക് പോകാം. ഈ ഇസ്ലാ മുജറസ് എന്ന് പറയുന്ന ഈ ദ്വീപ് വെറും 7 കിലോമീറ്റർ നീളവും 1/2 കിലോമീറ്റർ വീതിയുള്ളൊരു ദ്വീപാണ്. ഈ ദ്വീപ് മുഴുവൻ ഹോട്ടലുകളും റിസോർട്ടുകളുമാണ്, അല്ലെങ്കിൽ ടൂറിസം കേന്ദ്രങ്ങളാണ്. ഇതിനകത്തൊരു ചെറിയ എയർ സ്ട്രിപ്പുണ്ട്. അത്യാവശ്യ ഘട്ടത്തിൽ വിമാനങ്ങൾ വന്നിറങ്ങുന്ന ഒരു എയർ സ്ട്രിപ്പുണ്ട്. പിന്നെ പഴയ മായന്മാരുടെ ചില അവശേഷിപ്പുകളുണ്ട്. ഇത് 2000 കൊല്ലം മുമ്പ് തന്നെ ജനവാസം ഉണ്ടായിരുന്നൊരു ദ്വീപാണ് ഇത്. 6-ാം നൂറ്റാണ്ട് മുതൽ ഏതാണ്ട് 16-ാം നൂറ്റാണ്ട് വരെ മായന്മാരായിരുന്നു ഇവിടെ ജീവിച്ചിരുന്നത്, മായൻ ഗോത്രക്കാർ. അതിനുശേഷം 16-ാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും സ്പെയിൻകാർ ഇങ്ങോട്ട് പയ്യെ വന്നു തുടങ്ങി. പിന്നീട് ഈ സ്പെയിൻകാരും ഇവിടെയുള്ള മായൻ ഗോത്രക്കാരും കൂടെ ചേർന്ന് ഒരു മിശ്രിത ജനസമൂഹം ഉണ്ടായി. അവരാണ് പിന്നെ ഇവിടെ ഭരിച്ചിരുന്നത്. ഈ ദ്വീപിന് വേറൊരു പ്രത്യേകത കൂടെയുണ്ട്. 19-ാം നൂറ്റാണ്ടിലൊക്കെ കടൽക്കൊള്ളക്കാരുടെ ഒരു കേന്ദ്രമായിരുന്നു ഇവിടെ. ഈ പഴയ മായൻ ക്ഷേത്രങ്ങളൊക്കെ ഇവന്മാർ പിടിച്ചടക്കിയിട്ട് ഈ കടൽക്കൊള്ളക്കാരുടെ താവളങ്ങളാക്കി മാറ്റി. ഈ കരീബിയൻ കടലിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾ, അതായത് തെക്കേ അമേരിക്കയും വടക്കേ അമേരിക്കയും കണക്ട് ചെയ്തുള്ള ഗതാഗതം കടന്നു പോകുന്ന ഇതിൻ്റെ മുമ്പിൽ കൂടിയാണ്. അപ്പോൾ ഈ തീരത്തൂടെ കടന്നു പോകുന്ന കപ്പലുകളെ കൊള്ളയടിക്കുന്ന കൊള്ള സംഘങ്ങളുടെ ഒരു കേന്ദ്രമായിരുന്നു ഈ ദ്വീപ്. പക്ഷേ ഇപ്പം വളരെ നല്ല മനുഷ്യരാണ്, ടൂറിസ്റ്റ് ഫ്രണ്ട്ലിയാണ്, ഹെൽപ്ഫുള്ളാണ്, വളരെ സിവിലൈസ്ഡായ ആളുകൾ താമസിക്കുന്ന ഒരു മനോഹരമായൊരു ദ്വീപാണ് ഇപ്പോൾ ഈ ഇസ്ലാ മുജറസ്. അപ്പോൾ അതിൻ്റെ പല തെരുവുകളിലൂടെ ഞാൻ നടന്നു. ഇതിൻ്റെ ഒരു പ്രധാന സ്ട്രീറ്റുണ്ട്. ഈ പ്രധാന സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഈ ബീച്ചിന് പാരലായിട്ട് പോകുന്നൊരു ഒരു തെരുവാണ്. ഈ പാരലൽ സ്ട്രീറ്റിൽ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബഗ്ഗികളിലാണ് ടൂറിസ്റ്റുകളെല്ലാം കടന്നു പോകുന്നത്. ധാരാളം ബഗ്ഗികൾ. അത് നമുക്ക് തന്നെ ഡ്രൈവ് ചെയ്യാം, വേറെ ഡ്രൈവറൊന്നുമില്ല. ഇത് വാടകയ്ക്ക് എടുക്കുക, നമ്മൾ കയറിയിരുന്ന് ഡ്രൈവ് ചെയ്യുക, ഒന്നുമില്ല. ആക്സിലറേറ്റർ കൊടുത്താൽ ഓടും. വളരെ സിമ്പിളാണ്. അതിനകത്ത് ഒരു 5-6 പേർക്കും ഇരിക്കാം. അപ്പോൾ ഒരു സംഘമായിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ ഇത് കൂടെ വാടകയ്ക്ക് എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ദ്വീപ് മുഴുവൻ കറങ്ങി കണ്ടിട്ട് തിരിച്ചിവിടെ കൊണ്ടുവരാം. അപ്പോൾ ഈ സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ അതിലൊരു വശം ബീച്ചാണ്. ആ ബീച്ച് എന്ന് പറഞ്ഞാൽ കോത്തി വരുന്ന ബീച്ചാണ്. ആഴം കുറഞ്ഞ വെള്ളം, അത് നല്ല പളുങ്ക് ജലം, അടി കാണാവുന്ന നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ. അതിൽ ഇടയ്ക്ക് ഇങ്ങനെ തിര കയറി വരും.
നല്ല പഞ്ചസാര മണൽ. ഈ തീരങ്ങളിൽ അതിമനോഹരങ്ങളായ ബോട്ടുകൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നു. ഈ തീരത്ത്, ഈ മണൽ തീരത്ത് മുഴുവൻ ഓലമേഞ്ഞ ഷെഡുകളാണ്. മനോഹരമായി ഓലമേഞ്ഞ് കലാപരമായി പണിത ഷാക്കുകൾ എന്നും പറയും, ഷെഡുകൾ എന്ന് പറയാവുന്ന കെട്ടിടങ്ങൾ, വലിയ കെട്ടിടങ്ങളാണ്. അത് മനോഹരമായിട്ട് ഓലമേഞ്ഞിരിക്കുകയാണ്, പുല്ല് മേഞ്ഞിരിക്കുകയാണ്. ഇതിനകത്ത് റെസ്റ്റോറൻറ്റുകളും ബാറുകളും കഫേകളും ഒക്കെയാണ് പ്രവർത്തിക്കുന്നത്. അതിനകത്താണ് പകൽ സമയത്ത് ആളുകൾ വന്നിരിക്കുക. നല്ല തണുപ്പാണ് അതിനകത്ത്. ആ കടൽക്കാറ്റേറ്റ് ഇതിനകത്ത് എങ്ങനെ ഇരിക്കും. സന്ധ്യ ആകുമ്പോഴത്തേക്ക് ഇവർ പയ്യെ, അല്ലെങ്കിൽ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പയ്യെ ഇവർ മണൽപ്പരപ്പിലേക്ക് ഇറങ്ങും. ചിലർ മണലിൽ നീണ്ടു നിവർന്ന് കിടക്കും. ഈ റെസ്റ്റോറൻറ്റുകളുടെ എല്ലാം മുന്നിൽ ഒരു തട്ട് കടലിലേക്ക് ഇറക്കി പണിതിട്ടുണ്ടാവും. ഈ തട്ടയിൽ നമുക്ക് പോയിരിക്കാം, കാറ്റ് കൊണ്ടിരിക്കാം. ആ തട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കാം. ചിലർ ബീറൊക്കെ നുണഞ്ഞ് കോക്ടെയിലൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുന്നു കാറ്റും കൊണ്ട്. ഈ കടൽ തീരത്ത് മനോഹരമായ ഊഞ്ഞാലുകൾ കെട്ടിയിട്ടുണ്ട്. എൻ്റർടൈൻമെൻറ്റുള്ള നിരവധി ഫെസിലിറ്റികളുണ്ട്. അതുപോലെ തന്നെ കറ്റമരണങ്ങൾ അടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഈ കറ്റമരണകൾ വൈകുന്നേരം ഡിന്നർ ക്രൂസിനൊക്കെ പുറപ്പെടുന്നത് 10-70 ആളുകളുമായിട്ട് സൺസെറ്റ് ആൻഡ് ഡിന്നർ ക്രൂസ്. സൺസെറ്റും കണ്ട് ഡിന്നറും കഴിഞ്ഞ് കുറേ ആഘോഷമൊക്കെ കഴിഞ്ഞ് രാത്രിയെ തിരിച്ചെത്തുകയുള്ളൂ. അത്തരം ബോട്ടുകൾ പുറപ്പെടുന്നു. ഇങ്ങനെ നിരയൊപ്പിച്ച് ഇങ്ങനെ ഏതാണ്ട് ഒരു 1 കിലോമീറ്റർ നീളത്തിൽ ഈ ബീച്ചാണ്. ഇവിടെ മാത്രമല്ല, ഇങ്ങനെ നടന്നാൽ ഇസ്ലാം മുജറസ് എന്ന് പറഞ്ഞ ദ്വീപിൻ്റെ ചുറ്റും ഇങ്ങനെയാണ്. വരുന്ന ആളുകൾ അവരുടെ ജോലിയുടെ ഭാരം, അവരുടെ ജീവിത സംഘർഷങ്ങളെല്ലാം മറന്ന് ഏതാനും ദിവസങ്ങൾ എല്ലാം മറന്നിട്ട് ആഘോഷിക്കാനുള്ള തീരങ്ങളാണത്. കൂടിപ്പോയാൽ അവർ 2 കുപ്പി ബീർ കുടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും കോക്ടെയിൽ വാങ്ങും. അതും സിപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ വൈകുന്നേരം മുഴുവനിരിക്കും. കൂട്ടുകാരുണ്ടാവാം, കുടുംബാംഗങ്ങളുണ്ടാവാം, അവരൊന്നിച്ച് ഡിന്നർ കഴിക്കും. പിന്നെ പലവിധമായ എൻ്റർടൈൻമെൻറ്റുകൾക്ക് പോകും. നിരവധി സീ ഫുഡ് റെസ്റ്റോറൻറ്റുകൾ. ഈ സീ ഫുഡ് റെസ്റ്റോറൻറ്റുകളിൽ മുഴുവൻ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ആളുകൾ വന്നങ്ങ് നിറയും. വ്യത്യസ്തങ്ങളായ മെക്സിക്കൻ സീ ഫുഡ് വിഭവങ്ങൾ നിരക്കും. ഇതുകൂടാതെ തന്നെ ഇവർക്ക് ചില ഫെസ്റ്റിവലുകളുണ്ട്. ഈ ഐലൻഡ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞൊരു ഗംഭീര ആഘോഷമുണ്ട്. ഇവരുടെ കാർണിവലുണ്ട്. അതുപോലെ തന്നെ ഇവിടെ രസകരമായ മറ്റൊരു സാധനമുണ്ട്. ഈ ഒരു ബോട്ടിൽ നമുക്ക് പോയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ സ്ക്യൂബ ഡൈവിങ് പോലെ കടലിനടിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ കടലിനടിയിൽ ഒരു മ്യൂസിയം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിമനോഹരങ്ങളായ ശില്പങ്ങളുള്ള കടലിനടിയിലെ ഒരു മ്യൂസിയം. നമുക്ക് ആ മ്യൂസിയത്തിനകത്തൂടെ ഈ പറഞ്ഞ സാധനമൊക്കെ തലയിൽ വെച്ചിട്ട് നമുക്ക് ആർട്ടിഫിഷ്യൽ ഓക്സിജനൊക്കെ കിട്ടുന്ന യന്ത്രമൊക്കെ മുഖത്ത് പിടിപ്പിച്ച് ഈ മ്യൂസിയത്തിനകത്തൂടെ നടക്കാം. അതൊരു ഗംഭീര അനുഭവമാണ്. അതിനുവേണ്ടി തന്നെ 100 കണക്കിന് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ എന്തെല്ലാം പുതിയ ടൂറിസം ആശയങ്ങൾ അവിടെ നടപ്പാക്കുന്നറിയോ. അവിടെ ചെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു 3 ദിവസമെങ്കിലും താമസിക്കാൻ ഉള്ള വകുപ്പ് അവിടെയുണ്ട്. പക്ഷേ ഞാനിതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി മാത്രം പോയതാണ്. അവിടെ എന്ത് ടൂറിസ്റ്റ് ആക്ടിവിറ്റികൾ നടക്കുന്നുണ്ടെന്ന് പഠിക്കാനും അത് ചിത്രീകരിക്കാനും പോയതാണ്. അപ്പോൾ എനിക്ക് വൈകിട്ടത്തേക്ക് മടങ്ങുക തന്നെ വേണം. ഞാനിതെല്ലാം ഒരോട്ടപ്രദർശനം പോലെ ഈ കാഴ്ചകളിലൂടെ എല്ലാം നടന്നു. ഈ കാഴ്ചകളെല്ലാം ചിത്രീകരിച്ചു. എന്നിട്ട് തിരിച്ച് വീണ്ടും ഈ തെരുവിലേക്ക് വന്നു. ഈ ബീച്ചിലെ അനുഭവം അതിഗംഭീരമായിരുന്നു. ഈ ബീച്ച് ഒരുക്കിയിട്ടിരിക്കുന്ന രീതി, അതിൻ്റെ വൃത്തി, മനോഹാരിത, കടലിലേക്ക് ഇറക്കി പണിത പ്ലാറ്റ്ഫോമുകൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു ബീച്ചിൽ അവിടെ ഒരു റിസോർട്ട് നടത്തുന്നയാളോ അവിടെ ഒരു റെസ്റ്റോറൻറ്റ് നടത്തുന്നയാൾക്കോ കടലിലേക്ക് ഇറക്കി ബീച്ചിലേക്ക് ഇറക്കി ഒരു പ്ലാറ്റ്ഫോം പണിത് ടൂറിസ്റ്റുകൾ ഇരിക്കാൻ പറ്റുന്ന സുന്ദരമായ ഒരു സാധനം നിർമ്മിക്കാൻ തീരുമാനിച്ചാൽ പിറ്റേ ദിവസം JCB വന്നത് പൊളിക്കില്ലേ? നമ്മുടെ നിയമങ്ങൾ വ്യത്യസ്തമാണ്. പക്ഷേ വേറൊന്നും ചെയ്യാം നമുക്ക്. ഇവർ ചെയ്തിരിക്കുന്ന ചില തന്ത്രങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഈ ബീച്ചിൽ ഈ മണൽപ്പരപ്പിൽ പണിതിരിക്കുന്നത് മുഴുവൻ ഓലമേഞ്ഞ കെട്ടിടങ്ങളാണ്. മനോഹരമായിട്ട് ഓലമേഞ്ഞ അതിമനോഹരമായ തടി കൊണ്ടുള്ള തൂണുകളിൽ പലകയുടെ പ്ലാറ്റ്ഫോമൊക്കെ അടിച്ച് പണിതിരിക്കുന്ന സാധനങ്ങളാണ്. അതൊക്കെ ടെമ്പററി ബിൽഡിങ്സാണ്. നമ്മുടെ ഈ CRSയുടെ നിയമങ്ങളൊക്കെ ഉള്ളപ്പോൾ പോലും ഗോവയിലൊക്കെ നോക്കൂ, അത്തരത്തിൽ ഷാക്കുകളിലാണ് ടൂറിസം നടക്കുന്നത്. ടൂറിസ്റ്റുകൾ വന്ന് ഭക്ഷണം കഴിക്കുന്നത്, അവരുടെ പാനോപചാരം നടക്കുന്നത്, അവരുടെ ആഘോഷങ്ങളൊക്കെ നടക്കുന്നത് ഈ മണൽത്തീരത്തെ ഷാക്കുകളിലാണ്, ഈ ഓലപ്പുരകളിലാണ്, ഓല ഷെഡുകളിലാണ്. അത് മനോഹരമായിട്ട് നമുക്ക് പണിയാൻ പറ്റും. പെർമനൻ്റായ ഒരു കോൺക്രീറ്റ് കെട്ടിടത്തേക്കാൾ ഗംഭീരമായൊരു മൂഡ് തരുന്ന ഇത്തരം ഓലമേഞ്ഞ കെട്ടിടങ്ങളിലാണ്. എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ തീരങ്ങളിൽ CRSനെ പഴിച്ച് ടൂറിസത്തിൽ നിന്ന് പിൻവാങ്ങുന്നതിന് പകരം നമ്മുടെ ബീച്ചുകളെ ഇങ്ങനെ പ്രയോജനപ്പെടുത്തിക്കൂടാ? ഗോവയിലൊക്കെ അതിന് അനുമതി കൊടുത്തിട്ടുണ്ട്. CRSന്റെ പുതിയ നിയമം അനുസരിച്ച് ഇത്തരം ഷാക്കുകൾ, ടെമ്പററി ഷാക്കുകൾ പണിയുന്നതിന് അനുമതി കിട്ടും. അതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ല. അപ്പോൾ ഇത്തരത്തിൽ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ ഇട്ടെറിഞ്ഞ് ഓടിപ്പോവുകയല്ല, അതിൻ്റെ സാധ്യതകൾ കണ്ടെത്തി വീണ്ടും മുന്നോട്ട് പോകാൻ ഇത്തരം നാടുകളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ആ കാഴ്ചകളെല്ലാം കണ്ട് അതിൻ്റെ ചിത്രീകരിച്ച് ഞാൻ തിരിച്ച് ബോട്ട് പിയറിലേക്ക് നടക്കുക. അങ്ങനെ നടക്കുമ്പോഴത്തേക്ക് നേരെ ഇരുണ്ട് വരുന്നു. റെസ്റ്റോറൻറ്റുകളിലൊക്കെ വിളക്കുകൾ തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. സൂര്യൻ പടിഞ്ഞാറേ ചക്രവാളത്തിൽ താഴാനൊരുങ്ങുന്നു. ആളുകൾ കൂട്ടത്തോടെ തെരുവിലേക്ക് ഇറങ്ങുന്നു. ഹോട്ടലുകളിൽ നിന്ന്, റിസോർട്ടുകളിൽ നിന്നുള്ളവരൊക്കെ പുറത്തേക്ക് വന്ന് ഈ കടൽ തീരത്തെ ഈ ബീച്ചിലെ റെസ്റ്റോറൻറ്റുകളിലേക്ക് വന്ന് നിറയുന്നു. ഇനി ആഘോഷത്തിൻ്റെ രാവാണ്. അതിഗംഭീരമായ ഒരാഘോഷ രാവ്. എനിക്ക് മടങ്ങേണ്ട സമയമായി. ഞാൻ തിരിച്ച് ബോട്ട് പിയറിലേക്ക് നടന്നു.
അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ.